ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സൗമ റംബ 6-ാം ഞായർ, വലിയ നോമ്പ് 6-ാം ഞായർ. മർക്കോസിന് സുവിശേഷം 8-ാമത്തെ അധ്യായം 31 മുതൽ 9-ാമത്തെ അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ്. പക്ഷെ നമുക്കതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ പോകുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ഊന്നൽ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ 8:31 മുതൽ 10:52 വരെ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര് ദ സെക്ഷൻ ഓഫ് ദ വേ, വഴിയുടെ ഭാഗമെന്നാണ്. ഇവിടെ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു വാക്കാണ് അവൻ വഴിയിലായിരുന്നു. ഇവിടെ ഈ 8-ാമത്തെ അധ്യായം 31-ാം വാക്യം മുതൽ 10:52 വരെയുള്ള ഭാഗത്ത് 7 പ്രാവശ്യം വഴി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 8:27 9:33 34 10:17 10:32 10:46 10:52. അത് അവസാനിക്കുന്നത് വഴിയരികിലായിരുന്ന ഒരു അന്ധൻ, ഈ ബർത്തിമേയൂസ് എന്ന് പറഞ്ഞ അന്ധൻ വഴിയിൽ അവൻ അനുഗമിച്ചു എന്നുള്ള വാക്കോട് കൂടിയാണ്. അതാണ് ഈ 46-ഉം 52-ഉം 10:46-ഉം 10:52-ഉം. വഴിയരികിലായിരുന്നവൻ വഴിയിലേക്ക് വന്നു. ആ വഴി യേശുവാണ്. ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് യേശുവാണ്. കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ വേറെ വഴിയല്ല, യേശുവാണ് വഴി. യേശുവിലൂടെ അല്ലാതെ മറ്റാർക്കും കുരിശിലേക്കും പോകാൻ പറ്റില്ല, ദൈവത്തിലേക്കും പോകാൻ പറ്റില്ല. കാരണം ഈ കുരിശാണ് സ്വർഗത്തിലേക്കുള്ള ഗോവണി. അപ്പോൾ യേശു എന്ന വഴി, യേശു വേറൊരു വഴി കാണിച്ചു തരല്ല ചെയ്തത്, യേശുവാണ് വഴി. താനാണ് വഴിയെന്ന് വഴിയിൽ നടന്നുകൊണ്ട് കർത്താവ് കാണിക്കുകയാണ്. അതാണ് ഈ വഴിയുടെ ഭാഗം, ദ സെക്ഷൻ ഓഫ് ദ വേ എന്ന് പറയുന്നത്. ഗ്രീക്കിൽ ഹോദോസ് എന്നാണ് വാക്ക്. ഹോദോസ്, ഈ എക്സോഡസ് ഇല്ലേ, പുറപ്പാട്, വഴിയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന് എക്സ് ഹോദോസ് എന്നാണ്. എക്സ് ഔട്ട് ഓൺ ദ വേ ഇല്ലേ, വഴിയിലേക്ക് ഈജിപ്തിന് പുറത്ത് കടന്നു, വഴിയിൽ. അപ്പോൾ സഞ്ചാരം, യാത്ര, പ്രയാണം, പാത, രാജരഥ്യ, പുറപ്പാട് എന്നെല്ലാം ഈ നമ്മൾ ഇതിനെ തർജ്ജമ ചെയ്യും. ഈ പുറപ്പാട് എക്സ് ഹോദോസ് ആണ്. ഹോദോസ് എന്ന് പറഞ്ഞാൽ യാത്ര, സഞ്ചാരം, പ്രയാണം, പാത, രാജരഥ്യ എന്നൊക്കെ പറയും. യേശു ഇപ്പോൾ പോകുന്നത് യെറൂസലേമിലേക്കാണ്. യെറൂസലേമിലേക്കുള്ള യാത്രയിലാണ്, ആ വഴിയിലാണ്. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് യെറൂസലേമിൽ കുരിശിലാണ്, കാൽവരിയിലാണ്. ആ യാത്ര ഇല്ലേ, യേശുവിൻ്റെ മരണത്തിലും തിരുവുത്ഥാനത്തിലുമാണ് കലാശിക്കുക. ഇങ്ങനെ ഈ ചരിത്രം ഉണ്ടല്ലോ, അതായത് കർത്താവ് ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുന്നു, അതിനൊരു ദൈവശാസ്ത്രമുണ്ട്. അങ്ങനെ ദൈവശാസ്ത്രം ഉള്ളത് കൊണ്ടാണ് അത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വെറുതെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എഴുതാൻ ബൈബിൾ വേണ്ടല്ലോ, ചരിത്ര പുസ്തകം മതി. ബൈബിൾ തിരുവചനമാണ്. അപ്പോൾ അതിനകത്ത് ദൈവശാസ്ത്രമുണ്ട്. ചരിത്രത്തിൽ സംഭവിച്ചതിന് ഒരു ദൈവശാസ്ത്രമുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ അതെന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്താണത് പറയുന്നത്? സ്വർഗത്തിലെ മഹത്വത്തിലേക്കുള്ള വഴി വീരോചിതമായ സഹനത്തിൻ്റെ വഴിയാണ്. ഇതാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. ദൈവത്തിൻ്റെ സ്വർഗത്തിലെ മഹത്വത്തിലേക്കുള്ള വഴി, ദൈവത്തെങ്കിലേക്കുള്ള വഴി വീരോചിതമായ സഹനത്തിൻ്റെ വഴിയാണ്. ആ കുരിശിൻ്റെ വഴി വെട്ടുകയാണ് യേശു. അതിലൂടെ ഈ യാത്ര ചെയ്തിട്ട് അവൻ തന്നെയാണ് വഴി എന്ന് ഞാൻ പറഞ്ഞു. അവൻ വഴി വെട്ടുകയാണ്, കാരണം അവൻ തന്നെയാണ് വഴി. അതിനുശേഷം യേശുവിലേക്ക് നടക്കാൻ അവൻ്റെ കാലടികൾ പിന്തുടരാൻ അവന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. 1 പത്രോസ് 2:21 4:13 പത്രോസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ വഴിക്ക് ഒരു പഴയ നിയമ ചരിത്രമുണ്ട്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്കുള്ള പുറപ്പാട്, അതൊരു വഴിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ വഴിയിൽ ഇസ്രായേലരെ ദൈവമാണ് നടത്തിയത്. പുറപ്പാട് 13, 21, 22. പിന്നെ ഒരു പുതിയ പുറപ്പാട്, അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു, വീണ്ടും അവർ അടിമകളായി ബാബിലോണിക്കാർ കൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിയയിലേക്ക് പോയി, കൽദായ നാട്ടിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അത് രണ്ടാമത്തെ പുറപ്പാടിൽ പുതിയ പുറപ്പാടാണ്. അത് യെശയ്യാ പ്രവാചകൻ 40 പറയുന്നുണ്ട്. ആ പുറപ്പാടിൽ വഴി നടത്തുന്നത് മോശയല്ല, കർത്താവ് തന്നെയാണ്. കർത്താവിന് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ വഴിയൊരുക്കുവിൻ. അതാണ് ഈ യെശയ്യാ 40 പറയണേ. ആ തിരുവചനങ്ങൾ കൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ, കർത്താവിന് മരുഭൂമിയിൽ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. അപ്പോൾ കർത്താവാണ് ഈ പുതിയ പുറപ്പാട്, ബാബിലോണിയയിൽ നിന്നുള്ള പുറപ്പാടിൽ തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ട് ജെറൂസലേമിലേക്ക് തിരിച്ചു വരുന്നത്. ഈ 2 പുറപ്പാടുകളും ശരിക്കുള്ള മറ്റൊരു പുറപ്പാടിൻ്റെ അടയാളങ്ങളോ നിഴലുകളോ മാത്രമായിരുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുതുജീവനിലേക്കുള്ള യാത്ര, കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിലേക്കുള്ള യാത്ര. അതായത് ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ
ആ ജീവനിലേക്കുള്ള യാത്ര, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പെട്ടിട്ട് കർത്താവിനോട് കൂടെ നമ്മുടെ ജീവനായ കർത്താവിനോട് കൂടെ ജീവശാസ്ത്രപരമായ അതീതമായ ജീവനിലേക്കുള്ള യാത്ര, ഈ അന്തിമ പുറപ്പാടിനെ കർത്താവ് ചിത്രീകരിക്കുകയാണ് ഈ വഴിയിൽ നടന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിൽ സിയോനിലേക്കുള്ള യാത്രയായിട്ട് പ്രവാചകന്മാർ ചിത്രീകരിച്ചു പുറപ്പാടിനെ. ആ സിയോൻ എന്ന് പറയുന്നത് ഒരു കുന്ന്, അതിൻ്റെ ഒരു വശത്താണ് ഈ ജെറൂസലം നഗരം. കർത്താവ് അവിടേക്ക് യാത്ര ചെയ്യുകയാണ്. സിയോനിലേക്കുള്ള യാത്രയിലാണ് കർത്താവ് തന്നെയാണ് വഴി. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ 30:19-21, 35:8-10, 40:3-5, 48:17, 51:10-11, 62:10-11 സിയോനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നുണ്ട്. സിയോനിലേക്കുള്ള യാത്ര കർത്താവ് പൂർത്തിയാക്കുകയാണ്. ഗലീലയിൽ നിന്നും സിയോനിലേക്ക്, ജെറൂസലമിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് വഴി വെട്ടുകയും വഴിയാവുകയും ചെയ്യുന്ന കർത്താവ്. ആ വഴിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ വഴിയിൽ വെച്ചാണ് അവൻ എന്താ പറയുന്നത്? ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്താ പറയുന്നത്? മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ഇല്ലേ, അവമാനിക്കപ്പെടുകയും അല്ലെ, അവരവനെ തുപ്പുകയും അവനെ കൊല്ലുകയും ചെയ്യും. പക്ഷെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം എന്താണ് കർത്താവ് ഉപയോഗിച്ച വാക്ക്? മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ. ഈ വാക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് മാത്രമാണ് സുവിശേഷങ്ങളിൽ വരുന്നത്. സുവിശേഷങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കർത്താവ് മാത്രമാണ്, ഈശോ മിശിഹ മാത്രമാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, നിങ്ങൾ ഒരു തിരിച്ചറിയൽ ചീട്ട് ചോദിച്ചാൽ അവൻ മനുഷ്യപുത്രൻ എന്നാണ് എഴുതുക. കാരണം മനുഷ്യപുത്രൻ എന്ന വാക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് മാത്രമാണ് സുവിശേഷങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒരു സെൽഫ് ഡെസിഗ്നേഷൻ ഓഫ് ജീസസ് എന്ന് പറയാം. നീ ആരാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, ഞാൻ മനുഷ്യപുത്രനാണ്. എന്താണ് ഇങ്ങനെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? 3 അർത്ഥമാണ് ഇപ്പം തൽക്കാലം നമ്മൾ ചർച്ച ചെയ്തത്. ഭയങ്കര ആഴമേറിയ വാക്കാണ്. ഞാൻ 3 അർത്ഥം മാത്രം പറയുകയാണ്. നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യപുത്ര 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 എന്ന് കാണും. ഹീബ്രു പാരമ്പര്യത്തിൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മകൻ, പൂർണ്ണമായി മനുഷ്യൻ എന്നർത്ഥം. ഒരു മനുഷ്യൻ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മകൻ. നമ്മൾ സ്ത്രീയുടെ സന്തതി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ. പക്ഷേ ദാനിയേലിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യപുത്രൻ സ്വർഗത്തിലാണ്. എന്നിട്ട് ഈ ദൈവപിതാവിൽ നിന്ന് അവൻ ഈ സാമ്രാജ്യങ്ങളുടെ താക്കോൽ അധികാരം സ്വീകരിക്കുകയാണ് മനുഷ്യപുത്രൻ. അപ്പോൾ മനുഷ്യനാണ്, പക്ഷെ സ്വർഗത്തിലാണ്. മനുഷ്യനാണ്, സ്വർഗത്തിലാണ്. അപ്പോൾ എന്താണ് യേശു ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം? യേശു ഒരു അദൃശ്യനായ, അതായത് മറ്റാരുമായിട്ടും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. പൂർണ്ണമായും മനുഷ്യൻ, പൂർണ്ണമായും ദൈവം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കാം, വിശ്വരൂപം. യേശുവിൻ്റെ വിശ്വരൂപത്തിൽ കണ്ടാൽ അവൻ്റെ ഒരു കാല് സ്വർഗത്തിൽ, മറ്റേ കാല് ഭൂമിയിൽ. അപ്പോൾ ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 1:51 പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലേക്കുള്ള ഗോവണി. മനുഷ്യപുത്രന്റെ മേൽ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. കാരണം സ്വർഗത്തിലേക്കുള്ള ഗോവണി മനുഷ്യപുത്രനാണ്. അവൻ്റെ ഒരു കാല് ഭൂമിയിലും മറുകാല് സ്വർഗത്തിലുമാണ്, വിശ്വരൂപത്തിൽ. കാരണം അവൻ്റെ മേൽ സ്വർഗവും ഭൂമിയും ഇങ്ങനെ കവിഞ്ഞു കിടക്കുന്നു. സ്വർഗവും ഭൂമിയും കവിഞ്ഞു കിടക്കുന്ന ഒരേ ഒരാള് മനുഷ്യപുത്രനായ യേശുവാണ്. അതാണ് അപ്പോൾ പൂർണ്ണമായും മനുഷ്യൻ, പൂർണ്ണമായും ദൈവം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ സഹിക്കണം, എന്നിട്ട് ഈ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കണം. അപ്പോൾ അവൻ മനുഷ്യനാണ്, ദൈവമാണ്, സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. അപ്പോൾ സഹിക്കുകയും സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞത്. സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള വഴി വീരോചിതമായ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വഴിയാണ്. ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും പറയപ്പെട്ടിരിക്കുന്നതാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വഴിയാണ്. ഇപ്പം നമുക്ക് എന്തുമാത്രം നമ്മൾ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നു, അത് കറക്റ്റാണ്. വീരോചിതമായ സഹനത്തിൻ്റെ വഴിയാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഒരു പ്രശ്നവും കൂടാതെ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാനയും കണ്ട് തിരിച്ചു വരിക തീർച്ചയായിട്ടും നല്ലതാണ്, അതൊക്കെ സമാധാനത്തിൽ. പക്ഷെ അതല്ല ശരിയായ വഴി. എന്നും വിശ്വാസത്തിനു വേണ്ടി പോരാടാൻ തയ്യാറാവേണ്ടി വരിക. നമ്മൾ എറണാകുളത്ത് കാണുന്നു, ഫരീദാബാദിൽ കാണുന്നു. ഈ വിശ്വാസത്തിൻ്റെ കാവൽക്കാരെന്ന് പറയുന്നവർ തങ്ങളുടെ തെറ്റായ നയങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാം കോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷെ സത്യവിശ്വാസികൾക്കറിയാം അതെല്ലാം തട്ടിപ്പുകളാണെന്ന് അറിയാം. ശരിക്കും വേണ്ടത് നമ്മുടെ സഭയുടെ പാരമ്പര്യം എന്താണെന്നും വിശ്വാസം എന്തെന്നും ജനങ്ങൾക്കറിയാം. ഈ ഒരു കാര്യം ഇതാണ് ശരിക്കും പറഞ്ഞാൽ വീരോചിതമായ സഹനം. അതാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യപുത്രന്റെ വഴിയാണ് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകലർക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, മനുഷ്യപുത്രൻ അവൻ
അവനിൽ സ്വർഗവും ഭൂമിയും കവിഞ്ഞ് കിടക്കുന്നതിനാൽ, സ്വർഗത്തിലേക്കുള്ള ഗോവണി അവനായതിനാൽ, ആ വഴി അവനായതിനാൽ അവനോട് ചേർന്നിരുന്നാലേ സ്വർഗത്തിലോട് ചേർന്നിരിക്കാൻ പറ്റൂ. കർത്താവിനെ സ്പർശിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ സ്വർഗത്തെ സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്നു. എങ്ങനെ കർത്താവിൽ നിന്ന് സ്പർശിക്കാൻ പറ്റും? കൂദാശകളിലൂടെ മാത്രം. വിശേഷിച്ച് വിശുദ്ധ കുർബാന. അന്ന് കർത്താവിനെ സ്പർശിക്കാൻ കഴിഞ്ഞതുപോലെ അവൻ കാണുമ്പോൾ മനുഷ്യനായിരുന്നു, പക്ഷേ അവൻ ദൈവമായിരുന്നു. ഇതുപോലെ കാണുമ്പോൾ അപ്പമാണ്, കാണുമ്പോൾ വീഞ്ഞാണ്, പക്ഷെ അവൻ കർത്താവാണ്. അപ്പോൾ കർത്താവിനെ, കൗദാശികമായിട്ട് വരുന്ന കർത്താവിനെ സ്പർശിക്കാനും അവനോട് ചേർന്നിരിക്കാനും കഴിയുന്നു. അപ്പോൾ മാത്രമാണ് വിശ്വാസം മാംസം ധരിക്കുന്നത്. വിശ്വാസത്തിന് കാണാൻ പറ്റും, വിശ്വാസം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ കൂദാശകളിൽ നമ്മൾ കർത്താവിനെ സ്പർശിക്കുമ്പോൾ, വിശ്വാസം സ്പർശിക്കുമ്പോൾ വിശ്വാസം തന്നെ മാംസം ധരിക്കുകയാണ്. വിശ്വാസം മാംസം ധരിക്കുന്നത് കൂദാശകളിലാണ്. വിശ്വാസം മാംസം ധരിക്കുന്ന നിമിഷമാണ് കൂദാശ. അപ്പോൾ കർത്താവിനെ സ്പർശിക്കാൻ പറ്റും. കർത്താവിനെ സ്പർശിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നാം സ്വർഗത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും സ്വീകാര്യമായൊരു സംഗതിയാണിത്. അതിനാൽ ഇന്ന് മുതലെങ്കിലും നമുക്ക് ഒറ്റ ദിവസം മുടങ്ങാതെ, ഇനി അല്ലാതെ കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്, മുടങ്ങാത്ത കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഇനി ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഈ ദിവസങ്ങളെങ്കിലും ഇനിയെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ, അതും പരമാവധി യോഗ്യതയോടെ സ്വീകരിക്കാൻ, പാപവഴികൾ അകലാൻ, അങ്ങനെ കർത്താവിന് ചേർന്നിരിക്കാനുള്ള ഒരു തപസ്സിൻ്റെ കാലമായി നമുക്കത് രൂപാന്തരപ്പെടുത്താം. അത് ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറട്ടെ. അപ്പോൾ നോമ്പ് കഴിഞ്ഞും നമുക്ക് ഈ ശൈലിയിൽ, ഈ ജീവിത വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.